ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1799 ഇടവ മാസം 21-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 14-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. നാളെ പ്രദോഷ വ്രതമെടുക്കുന്നവർ നാളെ വൈകുന്നേരം വ്രതമെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം 06 AM, അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് 12:06 എന്ന് പറയുന്ന സമയം. അതല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ആരംഭിക്കുന്ന റെയിൽവേ സമയം വെച്ച് പറഞ്ഞാൽ 06 AM എന്നുള്ള സമയത്താണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച ദിവസം ആരംഭിക്കുന്ന 06 AM എന്ന സമയത്താണ് ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത്. ഭരണി നക്ഷത്രം അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി 10:36 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. മേടക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് യമനാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം നെല്ലിയാണ്. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. അപ്പോൾ എല്ലാ ഭരണി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ശുക്രദശാകാലം. ആദ്യമായിട്ട് ഈ ചാനൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, ഭരണി നക്ഷത്ര ജാതകർക്ക് അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി ഭരണി നക്ഷത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ജ്യോതിഷം അവരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് തരാം. ഭരണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്ന് പറഞ്ഞുവല്ലോ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സുഖത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സുഖഭോഗങ്ങളുടെയും പിറകെ പോകുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതൊരു പ്രായം വരെയൊക്കെ അങ്ങനെ പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ലക്ഷ്യം നേടുന്നതിന് എത്രത്തോളം പോകാമോ അത്രത്തോളം അവർ പോകുമെന്നും ജ്യോതിഷം പറയുന്നു. പൊതുവെ ആരോഗ്യവും ദീർഘായുസ്സും ഉള്ളവരാണ് ഭരണി നക്ഷത്ര ജാതകർ എന്നാണ് പറയുന്നത്. ജാതകത്തിൽ ഏതൊരു വ്യക്തിയുടെയും ജാതകത്തിൽ അഷ്ടമരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തെ അടിസ്ഥാനമാക്കിയാണ് ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എങ്കിലും ജ്യോതിഷം പറയുന്നു ഭരണി നക്ഷത്ര ജാതകർക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭരണി നക്ഷത്ര ജാതകർ പരിശ്രമത്തിനനുസരിച്ച് ഇവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകണമെന്നില്ല. വിജയം കണ്ടെത്തുവാൻ ഏതറ്റം വരെ ഇവർ പോകുമെങ്കിലും ഇവരുടെ പരിശ്രമത്തിനൊത്തുള്ള ഒരു വിജയം ഇവർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ക്ഷിപ്രകോപികളാണ്, പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഇവരെ പലരും വെറുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. ക്ഷിപ്രകോപികളാണ്. അപ്പോൾ അങ്ങനെ ശത്രുത ഇവരെ ഉണ്ടാക്കി വെക്കുവാനും ശത്രുത ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും അനുഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ മൂലം ധനനഷ്ടം, മാനഹാനി എന്നിവയൊക്കെ അവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട്. ഏത് കാര്യത്തിൻ്റെയും മറുവശത്തെ കുറിച്ച് ചിന്തിച്ചാണ് ഇവർ ഇടപെടുന്നതും അത് ഇവരുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ ഈശ്വര വിശ്വാസത്തിൽ, ദൈവഭക്തിയിൽ മുൻപിലാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന ഒരു കടമയായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വലിയ ഒരു കാര്യമായിട്ട് അവർ അതിനെ കാണുന്നു. പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുക, അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു, സ്ത്രീകളെ സംബന്ധിച്ചോളം, ഭരണി നക്ഷത്ര ജാതകരായ സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്കത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ടാണ് വന്നു ചേരുന്നത്. ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത്. ഈ സ്ത്രീകളെ സംബന്ധിച്ച് സ്നേഹമുള്ളവരാണെങ്കിലും ചിലപ്പോൾ അവർ പരുഷമായി ഇടപെടും. പുരുഷന്മാരെ പോലെ പരുഷമായിട്ട് അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ജ്യോതിഷം പറയുന്നു. എന്നും ദുഃഖത്തിന് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം അവരിൽ വന്നു ചേരും. ധനധാന്യ ദുരിതം അവർക്ക് അനുഭവിക്കേണ്ടതായും വരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇപ്പോൾ ഭരണി നക്ഷത്ര ജാതകർ എല്ലാവരും ഇങ്ങനെയാണെന്നില്ല. ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് വളരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. രാജകീയമായ സുഖസൗകര്യത്തിൽ ജീവിക്കുന്നവരുമുണ്ട്. ജനിച്ച സമയത്ത് രാജയോഗങ്ങൾ ഒന്നൊന്നായി പുറകെ വന്നു കഴിഞ്ഞാൽ അവർ നല്ല നിലയിൽ തന്നെ ജീവിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഭരണി നക്ഷത്ര ജാതകർ രോഹിണി, തിരുവാതിര, പൂയം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും, അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു.
രോഹിണി, തിരുവാതിര, പൂയം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ രോഹിണി, തിരുവാതിര, പൂയം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്. ഇനിയും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് വേണ്ടി അവരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി പറഞ്ഞു തരാം. ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം 20 വർഷമാണ്. എല്ലാവർക്കും 20 വർഷം വന്നു ചേരണമെന്നില്ല. ഒരു ഉദാഹരണത്തിന് വേണ്ടി 15 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. 15 വയസ്സ് വരെ ശുക്രദശാകാലമായിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് 15 വയസ്സ് വരെ ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലമാണ്. അപ്പോൾ 21 വയസ്സാകും. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 10 വർഷം ചന്ദ്രദശാകാലമാണ്. 21, 10, 31. ഈ സമയം ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ്. ഇവർ ജനിച്ച സമയത്ത് എന്തായാലും ഭരണി നക്ഷത്ര ജാതകർക്ക് ചന്ദ്രൻ മേടൻ രാശിയിൽ തന്നെ നിൽക്കാൻ സാധ്യതയുള്ളൂ, വേറെ എങ്ങും പോകത്തില്ല. അപ്പോൾ മേടൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ മേടൻ രാശിയുടെ അധിപനായ കുജൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവരുടെ ജീവിതത്തിൽ ഈ വഴിത്തിരിവുണ്ടാകുന്നത്. ആ സമയത്തൊരു വഴിത്തിരിവുണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ 21, 30 എന്ന് പറഞ്ഞാൽ വിവാഹപ്രായം, നല്ല ജോലി കിട്ടാനുള്ള സമയം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യതകൾ വന്നു ചേരുന്നത് ഈ ചന്ദ്രനെ ആശ്രയിച്ചാണ്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് മേടൻ രാശിയിലാണ്. മേടൻ രാശിയുടെ അധിപനായ കുജൻ എവിടെ നിൽക്കുന്നു? 6-ലോ 8-ലോ 12-ലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസപരമായി മുന്നേറാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവർക്ക് പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും. നല്ല ജോലി ലഭിച്ചെന്ന് വരത്തില്ല, വിദ്യാഭ്യാസം നേടാൻ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ പ്രതികൂലമായ ഒരുപാട് അനുഭവങ്ങളിൽ കൂടി അവരുടെ ജീവിതം കടന്നു പോകും. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി പരിഹാരം ചെയ്തു പോയാൽ ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ 21, 10, 31 വയസ്സ് വരെ 15 വർഷം ശുക്രദശാകാലം, 6 വർഷം സൂര്യദശാകാലം, പിന്നെ 21 കഴിഞ്ഞാൽ 10 വർഷം ചന്ദ്രദശാകാലം, 31 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുജദശാകാലമാണ്, 7 വർഷം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ 7 വർഷവും അവരെ സംബന്ധിച്ച് ഒരു വലിയ വഴിത്തിരിവിൻ്റെ സമയമാണ്. ഈ ചൊവ്വ കുജൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ നോക്കുന്ന കാര്യം. അപ്പോൾ കുജൻ്റെ സ്ഥാനം അനുസരിച്ചായിരിക്കും ഈ 7 വർഷത്തെ അനുഭവം. അങ്ങനെ 31, 7, 38 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാഹു ദശാകാലമാണ്, 18 വർഷം. അപ്പോൾ ഈ സമയത്താണ് ഇവരുടെ ജീവിതത്തിൽ രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സ്ത്രീ മുഖേന മനോദുഃഖം, മാനഹാനി, ധനനഷ്ടം അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അത് 38 വയസ്സ് മുതൽ 38 8 46 10 56 വയസ്സ് വരെ അതിൻ്റെ ദോഷവശങ്ങൾ ജീവിതത്തിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. 56 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വ്യാഴദശാകാലമാണ്. ആ സമയത്താണ് ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ മക്കളൊക്കെ പഠിച്ചൊരു ജോലിക്കാരൊക്കെയായി ഈ വ്യാഴദശാകാലം കൊണ്ട് എന്ന് പറഞ്ഞാൽ വ്യാഴദശാകാലം കൊണ്ട് ഇവർക്ക് മെച്ചമുണ്ടാകുന്നത് ഈ ഭരണി നക്ഷത്രത്തിൻ്റെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയും വ്യാഴവും അവർ തമ്മിൽ ബന്ധുക്കളാണ്. അപ്പോൾ അങ്ങനെ ബന്ധുക്കളായതുകൊണ്ടുള്ള ഒരു ഗുണം അവർക്ക് വന്നു ചേരും. അങ്ങനെ 56 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്ര ജാതകർ 16 വർഷം ശോഭിക്കും. 72 വയസ്സ് വരെ അവർ നല്ല നിലയിലൊക്കെ പോകും. ഇതിനിടയ്ക്ക് അവർക്ക് ഈ വ്യാഴദശാകാലത്തും മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരം വരുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങളും കൂടി അനുഭവിച്ചായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എങ്കിലും ഏറെക്കുറെ അവരുടെ മക്കളൊക്കെ ഒരു നിലയിലാകും ആ സമയത്ത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ഗുണം ഉണ്ടാവും. അങ്ങനെയാണ് ഇവരുടെ ജീവിതം പോകുന്നത്. 72 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനി ദശാകാലമാണ്. 72, 9, 81, 10, 91 വയസ്സ് വരെ ശനിയാണ്. ശനി കഴിഞ്ഞാൽ പിന്നെ 91 കഴിഞ്ഞാൽ ബുധദശാകാലം 17 വർഷമുണ്ട്. 91, 7, 98, 10, 108 കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതു ദശാകാലം, അങ്ങനെ 115 ഇങ്ങനെ പോകുന്നു. ഇതിൻ്റെ കണക്കെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ജനിച്ച സമയത്തെ ഗ്രഹനില നോക്കി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് രാഹു ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസ സമയത്ത് രാഹുവാണ് അവരുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഗ്രഹനില നോക്കി രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ല ഉന്നതമായ നിലയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ഇവർക്ക് നല്ല ജോലിക്കുള്ള ഗ്രഹനില ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ഗ്രഹനിലയിൽ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും രാഹു അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെ വന്ന്
അവർക്ക് ജോലിയൊന്നും ലഭിക്കാൻ പറ്റാതെ വരും. അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അത് മാതാപിതാക്കളാണ് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ഈ ജാതകർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ മാതാപിതാക്കൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് നല്ല ഉദ്യോഗമൊക്കെ കൈവരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഗ്രഹനില നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം ഭരണി നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. നാളെ ഭരണി നക്ഷത്രപ്രകാരം അശ്വതി, ഉത്രട്ടാതി, ചതയം, മകം, പൂരം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അശ്വതി, ഉത്രട്ടാതി, ചതയം, മകം, പൂരം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാരെ സംബന്ധിച്ചോളം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് രേവതി, പൂരുട്ടാതി, അവിട്ടം, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം. ഈ നാളുകാർ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഇടപെടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം. ചൊവ്വാഴ്ച ദിവസമാണ്, ശുഭദിനമല്ല എങ്കിൽ പോലും ശുഭസമയം ജ്യോതിഷം വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:37 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 1:37 മുതൽ ഉച്ചകഴിഞ്ഞ് 1:37 മുതൽ 3:07 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. നാളത്തെ തീയതി 4 ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 4 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നതെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. നിരാശപ്പെടാതെ അവർ നാളത്തെ ദിവസം നിറങ്ങൾ അവരെ സ്വാധീനിക്കുന്നതുകൊണ്ട്, മനുഷ്യജീവിതത്തെ നിറങ്ങൾ സ്വാധീനിക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം അവർ നിരാശപ്പെടാതെ മഞ്ഞ, നീല, ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരും. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ക്രമീകരണമൊക്കെ ഉണ്ടാകും. അങ്ങനെ ജീവിതം അഭിവൃദ്ധിപ്പെടും. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ശശിമംഗള യോഗം എന്ന് പറയുന്ന രാജയോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട, രാജയോഗ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യമായിപ്പോയി. ചന്ദ്രൻ നാളെ ത്രയോദശി തീയതിയിലാണ്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ അമാവാസ്യയായപ്പോൾ ചന്ദ്രന് ബലമില്ലാത്തത് കൊണ്ട് ഈ ശശിമംഗള രാജയോഗത്തിൻ്റെ ഫലങ്ങളൊന്നും വന്നു ചേരുകയില്ല. എങ്കിൽ പോലും അതിനോടനുബന്ധിച്ച് അടുത്ത് വരെ വരുന്ന ഏകദേശം വലിയ ദോഷമൊന്നുമില്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഭാഗ്യം കൊണ്ടും തൊഴിൽ കൊണ്ടും സ്ത്രീ മുഖേന അല്ലെങ്കിൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേനയൊക്കെയോ അവർക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ രാജയോഗത്തിൻ്റെ അനുഭവം വലിയ രീതിയിൽ വന്നില്ല എങ്കിൽ പോലും ഏറെക്കുറെ നല്ല അനുഭവമായിട്ട് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമല്ല, പിതാവിൻ്റെ സ്ഥിതിയും അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ്. എങ്കിലും തൃപ്തികരമായിട്ട് കാര്യങ്ങളൊക്കെ പോകും എന്ന് തന്നെ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര തൃപ്തികരമായ ഒരു ദിവസമല്ല. അലസത, കാര്യപ്രാപ്തി കുറവ്, നേത്രരോഗം, സൽചിന്താഗതി കുറവ്, അതുപോലെ തന്നെ വീട് വിട്ട് മാറി താമസിക്കുക, അന്യദേശവാസം, അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട്, ചൊവ്വ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഫലങ്ങളും വന്നു ചേരാം. ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് കാര്യതടസ്സമോ അലസതയോ സാഹസ പ്രവൃത്തികളോ അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുന്ന സാഹചര്യം ഒന്നും വന്നു ചേരത്തില്ല. ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. തിക്താനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. നല്ല അനുഭവങ്ങൾ എന്ന് പറയുന്നത് ധനപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. പെൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ഐശ്വര്യം വർദ്ധിക്കാം. ബുദ്ധിപരമായ വിജയം അവർക്കുണ്ടാകുന്ന ഒരു ദിവസവും കൂടിയാണ്. എന്നാൽ അവർക്ക് വീട്, വസ്തു,
ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടത്തിനും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ തൊഴിൽ നഷ്ടത്തിനും പിതാവ് മുഖേനയുള്ള നഷ്ടത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം. അവർക്ക് നാളത്തെ ദിവസം മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം തിരുവാതിര പുണർതം 3/4 നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം 4 പൂയമായില്യം നാളുകാർക്ക് നാളത്തെ ദിവസം രാജയോഗ അനുഭവങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. എങ്കിലും ഏറെക്കുറെയൊക്കെ പ്രതീക്ഷിക്കാം. കാരണം ശശിമംഗള യോഗം അവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അത് പൂർണ്ണമായും ലഭിക്കാതെ പോകുന്ന കാരണം ചന്ദ്രൻ ബലക്കുറവിലാണ് നിൽക്കുന്നത്. കറുത്ത പക്ഷത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ത്രയോദശി തിഥിയിലാണ്. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമാവാസ്യയാണ്. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് നാളെ ഈ രാജയോഗത്തിൻ്റെതായ പൂർണ്ണ ഫലം ഇവർക്ക് വന്നു ചേരത്തില്ല. നാളത്തെ ദിവസം ഇവർ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വത്തോടു കൂടി പെരുമാറും. വളരെ ഉത്സാഹത്തോടു കൂടി കാര്യങ്ങളിൽ ഏർപ്പെടും. സാഹസികമായി പല കാര്യങ്ങളും പൂർത്തീകരിക്കും. ഭൂമി കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, ധനനേട്ടം പ്രതീക്ഷിക്കാം, സ്ത്രീസുഖം പ്രതീക്ഷിക്കാം, ദൈവാധീനം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശത്രുക്കൾ പോലും ബഹുമാനിക്കാൻ സാധ്യതയുണ്ട്. ഈ രാജയോഗം പൂർണ്ണമായിട്ടും നിലനിൽക്കുകയാണെങ്കിൽ ഈ ശത്രുക്കൾ പോലും അവരെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ വരെ യോഗമുണ്ട്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ രാജയോഗ ഫലങ്ങളൊന്നും പൂർണ്ണമായിട്ട് വന്നു ചേരത്തില്ല. ഏറെക്കുറെയൊക്കെ ലഭിക്കും എന്ന് വിശ്വസിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം 4 നാളുകാർക്ക് നാളത്തെ ദിവസം പ്രശസ്തി, ധനസമൃദ്ധി, ഭാഗ്യാനുഭവങ്ങൾ എന്നിവ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ ബുദ്ധിമാന്മാരായിട്ട് ശോഭിക്കുന്ന ദിവസമാണ്. വലിയ അധ്വാനം കൂടാതെ വരുമാനമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. എങ്കിലും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കൊക്കെ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുക അല്ലെങ്കിൽ ഇടിച്ച് താക്കുക, അവരെ ഹിംസിക്കുക, അങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ നാളെ ഇവരിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും നല്ല വ്യക്തിത്വത്തോടു കൂടി അവർ പെരുമാറാൻ ശ്രമിക്കുന്നൊരു ദിവസവും കൂടി ആയിരിക്കും നാളത്തെ ദിവസം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അവരുടെ മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിതിയും അനുകൂലമാണെങ്കിൽ പോലും പിതാവ് ശത്രുത ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിതാവ് കുടുംബത്തിൽ ശത്രുത ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്ത്രീകൾ മുഖേന പിതാവിന് ശത്രുത വന്നു ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, ഭാഗ്യക്കേടുകൾ വന്നു ചേരാം. അതുപോലെ തന്നെ നാളത്തെ ദിവസം പല വിധത്തിലുള്ള പ്രതികൂലങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നിരുന്നാലും നാളത്തെ ദിവസം ചൊവ്വ അഷ്ടമരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷമൊന്നും നാളെ സംഭവിക്കാൻ സാധ്യതയില്ല. നാളത്തെ ദിവസം വീട് വിട്ട് മാറി താമസിക്കാനുള്ള സാഹചര്യം വന്നേക്കാം, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് അകന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യം വന്നേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ചിലർ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഭാര്യയുമായിട്ട് അകന്നു നിൽക്കാനോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അകന്നു നിൽക്കാനോ ഒക്കെ സാധ്യത വരും. വീട് വിട്ട് മാറി താമസിക്കേണ്ട സാധ്യത വരും. അല്ലാതെ വലിയ ശത്രുതയ്ക്കൊന്നും ഒരു അടിപിടിക്കോ കലഹത്തിനോ ഒന്നും അവിടെ സാധ്യതയില്ല. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പല കാര്യങ്ങളും തടസ്സം വന്നേക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും നടന്നെന്ന് വരികയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതൊക്കെ ഓരോരുത്തർ ജനിക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം 3/4 അത്തം ചിത്ര 2 പാദം നാളുകൾക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഭാര്യ ദുഃഖം അല്ലെങ്കിൽ ഭർത്തൃ ദുഃഖം ഉണ്ടാകാം, രോഗങ്ങൾ ശല്യം ചെയ്യും, കലഹത്തിനിടയുണ്ട്, കലഹ സ്വഭാവിയായി മാറുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദോഷവശങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നാളത്തെ ദിവസം അവർക്ക് ദൈവാധീനം കൊണ്ട് അവരുടെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകുവാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അങ്ങനെ ദൈവം തുണയ്ക്കുന്നൊരു ദിവസമാണ്. ഈശ്വരാധീനം വന്ന് തുണച്ച് ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി കിട്ടുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ് പറ്റാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. എല്ലാവരും ശത്രുക്കളായി തീരുവാൻ സാധ്യതയുള്ള സമയമാണ്. ആരും ഒരു സഹായത്തിനില്ലാത്തൊരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുക. എന്നാൽ മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനയുള്ള ശത്രുത ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, നല്ല ആരോഗ്യമുള്ള ദിവസം, ശത്രുക്കളില്ലാത്ത ദിവസം. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉള്ള ദിവസമാണെങ്കിലും നാളത്തെ ദിവസം ചില പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല, പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. അതുപോലെ തന്നെ പിതൃസ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് അത് കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ വയലൻ്റായി
അവർ ക്ഷുഭിതരായി കോപം വന്നു ചേർന്ന് ക്രൂരകർമ്മങ്ങളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ജീവിതത്തെ ദോഷമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്. അതുപോലെ തന്നെ പുത്രഗുണം അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുദ്ധിപരമായ പല കാര്യങ്ങളും വിജയിക്കുന്ന ദിവസമാണ്. ആൺമക്കളാൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലർക്കൊക്കെ നാളത്തെ ദിവസം ക്ഷിപ്രകോപവും പുത്രദുഃഖവും മനോദുഃഖവും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാനും ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. തൊഴിൽപരമായ നേട്ടം അവർക്ക് ഉണ്ട് എങ്കിൽ പോലും നാളത്തെ ദിവസം ചിലർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. ചിലർക്ക് മനോദുഃഖം, മാനഹാനി, ധനനഷ്ടം, മക്കളെ കൊണ്ടുള്ള ക്ലേശം ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇതൊന്നും വരാതെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും എന്നുള്ളതുമാണ് നാളത്തെ നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവന്മ അനുകൂലമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും നാളത്തെ ദിവസം അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ വന്നു ചേരാതെ പോകും എന്നുള്ളൊരു വിഷമം അവർ അനുഭവിക്കേണ്ടി വരും. കാരണം അവരുടെ 4ാം ഭാവം ചന്ദ്രൻ ബലവാനായിരുന്നെങ്കിൽ ശശിമംഗള യോഗപ്രകാരം അവർക്ക് വീട്, വസ്തുവാഹനം, ഭൂമിയൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്നൊരു ദിവസമായിരുന്നു. പക്ഷെങ്കിൽ പക്ഷബലമില്ലാതെ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് നാളെ രാജയോഗ തുല്യമായ അനുഭവങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല. അതുകൊണ്ട് നാളത്തെ ദിവസം സാധാരണ ജീവിതാനുഭവം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അവരുടെ മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിലും അത് പൂർണ്ണമായി ലഭിക്കത്തില്ല. പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾ ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽ ഗുണം വലിയ നേട്ടമൊന്നും തരുന്നില്ല എങ്കിൽ പോലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സാധാരണ ജീവിതാനുഭവം തന്നെ ആയിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് സുഖം, സ്വസ്ഥ, ദേവന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടമാണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ഇവർക്ക് ഗുണകരമായ നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് രോഗം, ദുഃഖം, കടം, പ്രയാസം ഒന്നും വരാത്തൊരു ദിവസവും കൂടിയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഏറ്റവും ഗുണകരമായ അനുഭവം ഇവർക്ക് തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അത്ര അനുകൂലം അല്ലെങ്കിൽ പോലും മാതാവ് മുഖേനയുള്ള കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ തേടി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിതാവ് മുഖേനയുള്ള അനുഭവങ്ങൾക്കും അത്ര മെച്ചമായ ഒരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് സുഖം, സ്വസ്ഥ, ദേവന്മ അനുകൂലമായ ഒരു ദിവസമാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഇവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമായ ഒരു ദിവസമല്ല. ഭാഗ്യക്കേടുകൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കടം വാങ്ങേണ്ട സാഹചര്യം വരും. ചിലരൊക്കെ ദുർമാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുവാൻ സാധ്യതയുണ്ട്. പാപപ്രവർത്തികൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. അതൊഴിച്ച് ബാക്കിയുള്ള പല കാര്യങ്ങളിലും അവർക്ക് തിക്താനുഭവങ്ങൾ തന്നെയാണ്. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. മാതാവ് മുഖേനയുള്ള ധനനേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിതാവിനെ കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽ നേട്ടവും അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമെന്ന് തന്നെ വിശ്വസിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ടാകും. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.